ഹായ് ഹലോ വിദ്യാസ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ഡെയിലി വ്ലോഗാണ്. പക്ഷേ ഞാനിങ്ങനെ ഉറക്കം എഴുന്നേൽക്കുന്നതൊന്നും അതുമുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് ശനിയാഴ്ച വ്ലോഗാണേ, അപ്പോൾ ഇന്ന് ഹോളിഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായാണ് എഴുന്നേറ്റത്. അപ്പം ലേറ്റായി എഴുന്നേറ്റ പാടെ തന്നെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. കാരണം എനിക്കും വിശന്ന് എഴുന്നേറ്റപ്പോൾ അപ്പം മോനും ഇപ്പം എന്തായാലും വിശക്കുന്നതെന്ന് പറഞ്ഞ് കരയും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നേരെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ. അപ്പം ഉപ്പുമാവിന് വേണ്ടിയിട്ട് അതും ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ റവ എടുത്ത് സെപ്പറേറ്റ് അതൊന്ന് വേറൊരു ചട്ടിയിൽ വറുത്ത് വെച്ചതിന് ശേഷമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം എളുപ്പത്തിൽ വേണം എന്നുള്ളത് കൊണ്ട് വറുക്കാനൊന്നും നിന്നില്ല, നേരെ റവ എടുത്ത് തട്ടി കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും കൂടെ കൊത്തി അരിഞ്ഞ് ഇട്ട് അതിനെ ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടെ വഴറ്റിയെടുത്തു കേട്ടോ ഒരുമിച്ച്. എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കടുകും ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമേ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം റവ ഇടുകയാണ് കേട്ടോ. ഇനിയാണ് പരിപാടി. എൻ്റെ ദൈവമേ, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതാണല്ലോ പ്രശ്നം, ഇത് ഇളക്കുന്നത് കറക്റ്റ് പാകത്തിന് വരണമല്ലോ. ഭയങ്കര പാടാണ്, എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് കുറേ ഇങ്ങനെ കട്ട പിടിച്ച് പാറക്കട്ട പോലെ ചിലപ്പോൾ വരാറുണ്ട്. പിന്നെ അതിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കണമെങ്കിൽ കുറേ കൂടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതൊരു പാടായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ റവ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ പറഞ്ഞല്ലോ, പുതിയ സ്ഥലമായതുകൊണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഇന്ന് ശനിയാഴ്ച വൈകിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഉപ്പുമാവിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പുമാവിന് ഞാൻ കോംബോ ആയിട്ട് പപ്പടമാണ് കേട്ടോ പൊള്ളിക്കുന്നത്. അപ്പം പപ്പടം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കുത്തി നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ പിന്നെ അടുത്തിരുന്ന പിച്ചാത്തി തന്നെ പപ്പടം കുത്തിയായിട്ട് ഞാൻ തൽക്കാലം എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? കൈ കിട്ടുന്നതെടുത്ത് ഉപയോഗിക്കുന്നവരുണ്ടോ? ഇതൊക്കെ എളുപ്പത്തിലുള്ള പരിപാടികളാണ്. അപ്പം അങ്ങനെ പപ്പടം കാച്ചിലൊക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് ഹോളിഡേ അല്ലേ, അപ്പോൾ കുറച്ച് ജോലിക്കൊക്കെ കുറച്ച് ടെൻഷൻ കുറവായിരിക്കും. കാരണം വേഗത്തിൽ ആരെയും ഇവിടുന്ന് വിടാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതിയെല്ലാം ചെയ്താൽ മതി. പക്ഷെ ഒത്തിരി ജോലി ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ എല്ലാം തകൃതിയായിട്ട് ഇന്ന് നടത്തണം. അപ്പോൾ ഇത് എൻ്റെ പപ്പടം കാച്ചിലൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതാണ് അടുത്ത പരിപാടി. ഹലോ, അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വെപ്രാളപ്പെട്ട് കിച്ചണിൽ കയറേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇന്ന് സ്കൂളിൽ ഫുഡൊന്നും കൊണ്ടുപോകണ്ട, ആച്ചൂന് സ്കൂളിൽ പോകണ്ട, അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുള്ളൊരു ഹോളിഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടാണല്ലോ ആ വീഡിയോ. അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് കുറച്ച് തുണി കഴുകാനുണ്ട്. 2 ദിവസമായി തുണി അലക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇന്നൊന്ന് തീർക്കണം. പിന്നെ എനിക്ക് കുറച്ച് പാട്ടുകൾ, നമുക്ക് കുറേ പേരിങ്ങനെ നമ്മൾ ഇൻസ്റ്റയിൽ ഒക്കെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് കുറേ സജഷൻസൊക്കെ ഇങ്ങനെ വരും. ഇന്ന പാട്ട് പാടുമോ, ഈ പാട്ട് പാടിത്തരുമോ എന്നൊക്കെ ചോദിച്ചു. യൂട്യൂബിലും അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പം അവർക്കൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഇന്നൊന്ന് പഠിച്ച് അതിനെ വീഡിയോ ആക്കാനുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വെക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിലേക്കൊക്കെ പോവാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഷൂട്ടൊക്കെ കണ്ട് ഇങ്ങനെ ഒരാളിരിക്കുന്നുണ്ട്. ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ്, നമ്മുടെ സനയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ പറയാം കേട്ടോ. അവളിപ്പം പ്രഗ്നൻ്റ് ആണ് ഗൈസ്. അങ്ങനെ ഒരു പ്രത്യേകത ഇപ്പം നമ്മുടെ സനക്കുട്ടിക്കുണ്ട്. അപ്പം ഇന്നിപ്പം അടുത്ത അതിഥികളൊക്കെ വരാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് നമ്മുടെ വീഡിയോസ് സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ നമ്മുടെ സനയ്ക്ക് ആദ്യ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, വീറും വീരയും.
അവരെ നമ്മൾ കൊടുത്തട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സന വീണ്ടും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഹായ്, സനയുടെ അടുത്ത് വേറൊരാൾ വാ, നീ കയറി വാ. ആ അപ്പം എന്താ സന ഇനിയിപ്പം പ്രസവിക്കാറായി. അപ്പോഴും ഇനിയിപ്പം പുതിയ അതിഥികളൊക്കെ നമുക്ക് വരാറായി. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം ആദ്യത്തെ അവളെ ഒബ്സർവ് ചെയ്ത സമയത്ത് ആദ്യം ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവൾക്ക് ഇത്ര ക്ഷീണമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവൾ ഭയങ്കര ഉറക്കമാണ്. സാധാരണ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നൊരാളാണ്. പക്ഷെ ഇപ്പം കുറേ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഉറക്കമൊക്കെയാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിനി സനയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. ഹലോ സന, ഹായ്. ഹായ് സന, ഹായ്. ഓ കാക്ക വരുന്നത് ഇഷ്ടമല്ല സനയ്ക്ക് കേട്ടോ. ഭയങ്കര ദേഷ്യമാണ്. കാക്ക വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കുരയ്ക്കും. പിന്നെ ഇപ്പോൾ അവിടുത്തെ വീട്ടിൽ നമ്മളിങ്ങനെ അടച്ച് പൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു ഗേറ്റും. ഇവിടെ അങ്ങനെ കോമ്പൗണ്ട് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ തുറസ്സായ ഒരു സ്ഥലം പോലെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് പട്ടി, പൂച്ച, പിന്നെ പൂച്ചയും പട്ടിയൊക്കെ മതിലുണ്ടെങ്കിലും കയറി വരും. അല്ലാതെ ഈ പശു എല്ലാം ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. മറ്റ് പട്ടികളും കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതൊന്നും എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ദൂരത്തൂടെ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കും. എനിക്ക് ദേഷ്യമാണ് കേട്ടോ. അതാണിപ്പോൾ സന ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സന, അപ്പം ഞാനിനി തുണി അലക്കാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചണിൽ തന്നെയാണ് തുണി അലക്കാനുള്ള സൗകര്യവും അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വെള്ളം ഇങ്ങനെ മെഷീനിനകത്തേക്ക് വീണോളും. അപ്പം അതൊരു സൗകര്യമാണ്. അപ്പം കിച്ചണിലെ ജോലികളും നടക്കും. ഇതിൽ തുണി ഇട്ട് കൊടുത്താൽ അതും വാഷായി വന്നോളും. അപ്പം അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ സൗകര്യങ്ങളായിരിക്കുമല്ലോ അവരൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വേറൊരിടത്തും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ സംഭവം എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ പ്രാക്ടീസ് തുടങ്ങി. പാട്ടിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഓരോരുത്തരെ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ പഠിക്കണം. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഒന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ പഠിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ സ്കേർട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തയ്പ്പിച്ച ഒരു ലഹങ്കയാണ്. ആ ലഹങ്കയുടെ സ്കേർട്ടാണിത്. പിന്നെ ഇതെനിക്ക് ഓണത്തിന് എടുത്ത ഒരു സ്കേർട്ടിൻ്റെ ബ്ലൗസാണ് ഈ ഇട്ടിരിക്കുന്ന ഗ്രീൻ വെൽവെറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോംബോ ആക്കിയാൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയപ്പം എനിക്കിഷ്ടമായി. അങ്ങനെ പിന്നെ അത് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഡ്രസ്സാക്കി. അപ്പോൾ ഞാനിവിടെ ഷൂട്ടൊക്കെ തുടങ്ങി. ഷൂട്ടൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്നും ഒരു സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്, ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്താണ് ഇപ്പോൾ വീഡിയോയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇസയിൽ തുടങ്ങുതമ്മ എന്ന് പറയുന്ന ഇളയരാജ സാറിൻ്റെ ഒരു സോങ്ങാണ്. അപ്പോൾ അത് സെമി ക്ലാസിക്കലാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു ചലഞ്ചിങ് സോങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഞാനിപ്പം പാടി വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കയറി കാണാം കേട്ടോ. അപ്പം ഞാനിവിടെ തകൃതിയായിട്ട് പാടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും വീട്ടുജോലികളിലേക്ക് ഏർപ്പെട്ടു. ഇവിടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തുണി നനയ്ക്കുന്നത് ഹാപ്പിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലൊരു കല്ല് കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഗൈസ്. ഇതുപോലൊരു ചെറിയ കാര്യം മതി എനിക്ക് ഒത്തിരി സന്തോഷിക്കാം. കാരണം നമ്മൾ ഈ റെൻറ്റിനൊക്കെ താമസിക്കുമ്പം നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നമുക്കിതുപോലെ കല്ലൊന്നും കാണില്ല കേട്ടോ. അപ്പം എൻ്റെ മോനാണെങ്കിൽ യൂണിഫോം ഇവിടെ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്ന രീതിയിലല്ല, തിരിച്ച് വരുമ്പോൾ
കരി തേച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് മെഷീനിലിട്ട് കഴിഞ്ഞാൽ ഈ അഴുക്കൊന്നും പോകത്തില്ല. അപ്പം കൈ കൊണ്ട് കഴുകിയാലും എത്ര പോവും. അപ്പോൾ ഇതുപോലൊരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇവിടെ അതുണ്ട്. അതുകൊണ്ട് നല്ല അഴുക്കി നല്ല നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ സന്തോഷമുണ്ട്. ദേ അവിടെ ആളിരുന്ന് കാണുന്നുണ്ടോ ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റം അടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈറ്റൊന്നും ഒന്നും എടുത്തിട്ടില്ല. മുറ്റം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചു, ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. അത് മാത്രമല്ല പിന്നെ ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ഇവിടെ മുറ്റം അടിക്കാനുണ്ട്. പിന്നെ അതാണ് ഇവിടുത്തെ ഒരു എക്സ്ട്രാ ജോലി എന്ന് പറയുന്നത്. കാരണം മറ്റിടത്തൊന്നും അങ്ങനെ മുറ്റമൊന്നും അടിക്കണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇതൊരു പാടാണ്. കരിയിലൊക്കെ ഒത്തിരി വീഴും കേട്ടോ. അപ്പം എന്തായാലും മുറ്റം അടിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു വലിയൊരു ജോലിയാണ് മുറ്റം അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ക്രീമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനിയിപ്പം ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.